പുനരന്വേഷണം നടത്തുന്നതിന് കോടതി പറഞ്ഞിട്ടുണ്ട്, അന്വേഷിക്കണം. പുനരന്വേഷണം നടത്താൻ കാരണമായ കാര്യങ്ങൾ എന്താണെന്നും കോടതി ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കക്ഷിയായില്ലല്ലോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോലീസ് അന്വേഷണത്തിൽ കൊടുത്ത റിപ്പോർട്ട്, അതിന്റെ ഭാഗമായി തിരുവല്ലയിലെ കോടതി എടുത്തിട്ടുള്ള തീരുമാനവും ആണല്ലോ കോടതി പരിശോധിച്ചത്. അപ്പൊ കൂടുതൽ അതിനകത്ത് അന്വേഷണം വേണമെന്ന് അന്വേഷിക്കാം. സ്വാഭാവികമായിട്ടും ഞാനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം എന്ന നിലയിൽ എന്റെ ഭാഗം കൂടി ഒരു നീതിയുടെ ഭാഗമായി കേൾക്കേണ്ടതായിരുന്നു. കേൾക്കാതിരിക്കാനുള്ള അവകാശവും കോടതിക്കുണ്ട്, കേൾക്കേണ്ടതായിരുന്നു. അത്തരത്തിൽ കേൾക്കാത്തിടത്തോളം കാലം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പഠിച്ച് പരിശോധിച്ച് നിയമപരമായി തുടർ നടപടികൾ എന്താണ് സ്വീകരിക്കുന്നത് അത് ആലോചിക്കും. നാളെ സംബന്ധിച്ചു ഇല്ല, ഇതിനകത്ത് ഒരു ധാർമ്മിക പ്രശ്നമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, പോലീസ് അന്വേഷിച്ചു, കീഴ്ക്കോടതി അതിന്മേൽ ശരിയായ തരത്തിൽ ആ റിപ്പോർട്ടിന് സാധൂകരിക്കുന്ന ഡിസിഷൻ എടുത്തു. അതിനുശേഷമാണ് ഹൈക്കോടതിയിൽ ഇപ്പൊ ഈ കേസ് CBI അന്വേഷിക്കണമെന്ന് ഒരാൾ കൊടുത്തിട്ടുള്ളത്. കേസിന്റെ മറ്റുള്ളടക്കത്തിലേക്ക് കോടതി പോയിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നത്. കേസിന് ആധാരമായ പ്രശ്നങ്ങളിലേക്കല്ല കോടതി പോയി, അന്വേഷണത്തെ സംബന്ധിച്ചാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ട കോടതി അന്വേഷിക്കാൻ പറഞ്ഞിട്ടുള്ള ഭാഗം ഏതാണ്, ഏത് ഭാഗത്താണ് പോലീസ് അന്വേഷണത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുള്ളത് കോടതി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞാനത് വായിച്ചിട്ടില്ല. ആ അടിസ്ഥാനത്തിൽ അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് വീണ്ടും റിപ്പോർട്ട് കൊടുക്കുമ്പോൾ വിഷയത്തിന്റെ ഫൈൻഡിങ്സിലേക്ക് പോകാത്തത്തോളം കാലം ധാർമ്മികതയെ സംബന്ധിച്ചുള്ള വിഷയമില്ല. അന്ന് ധാർമ്മികമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ രാജിവെച്ചു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അതായിരിക്കുമല്ലോ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ ധാർമ്മികമായ ഉത്തരവാദിത്തം കഴിഞ്ഞു. അതിനുശേഷം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ തിരിച്ച് മന്ത്രിയായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നെ മന്ത്രിയായി തിരിച്ച് സത്യപ്രതിജ്ഞ ചെയ്തു. ഞാൻ എൻ്റെ ജോലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രസംഗത്തിന്റെ ഭാഗത്തേക്കുള്ള ഫൈൻഡിങ്സിലേക്ക് ഇതുവരെ കോടതി വന്നിട്ടില്ല. ആ പ്രസംഗത്തിനകത്ത് നടത്തിയ അന്വേഷണത്തിൽ ഒരു കോടതി പറഞ്ഞു ശരി, അടുത്ത കോടതി പറഞ്ഞു തെറ്റ്. ഇനി അതിന്റെ മുകളിൽ കോടതിയുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ട് എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റും. എന്തോ അല്ല, എനിക്ക് അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ പോകേണ്ട കാര്യമില്ല. കാരണം ഞാൻ നടത്തിയ പ്രസംഗത്തെ പറ്റി കൊടുത്ത പരാതിയിന്മേൽ പ്രാഥമികമായ അന്വേഷണം നടത്തുന്നത് പോലീസാണ്. അവര് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അവർ കോടതി സബ്മിറ്റ് ചെയ്തു. കോടതി അതിന്മേലൊരു തീരുമാനം ആദ്യം എടുത്തു. അത് ശരിയാണ്. അതിനു മുകളിൽ ആ കോടതി എടുത്ത തീരുമാനം തെറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് സിംഗിൾ ബെഞ്ചിലേക്ക് പോയത്, ഹൈക്കോടതി പോയത്. ഹൈക്കോടതി അതിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു അഭിപ്രായ പ്രകടനം നടത്തി. കൂടുതൽ അന്വേഷണം ആവശ്യമാണ്, അല്ലെങ്കിൽ അതിനകത്ത് അന്വേഷിക്കാത്ത ചില ഭാഗങ്ങളുണ്ട്, അതുകൊണ്ട് അന്വേഷിക്കണം. നാളെ കോടതി പറഞ്ഞ് ഞാൻ മനസ്സിലാക്കണം. അന്വേഷിക്കട്ടെ. ഞാനിപ്പോൾ ഇതിനകത്ത് കക്ഷിയല്ലല്ലോ. കാരണം ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ വിഷയത്തെ കുറിച്ചല്ലല്ലോ ചർച്ച വന്നത്, അന്വേഷണത്തെ കുറിച്ചാണല്ലോ ചർച്ച വന്നത്. എന്റെ വിഷയത്തെ കുറിച്ച് ചർച്ച വരുമ്പോൾ ഞാൻ കക്ഷിയാണ്. സ്വാഭാവികമായിട്ട് എന്റെ ഭാഗം കൂടി കേൾക്കേണ്ടതായിരുന്നു, കേട്ടില്ല. അത് കേൾക്കാത്തത് തെറ്റുമില്ല. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് അതിനൊക്കെ അധികാരമുണ്ട്. അപ്പൊ എനിക്ക് തുടർന്ന് നിയമ നടപടി സ്വീകരിക്കാൻ ഇനി അവകാശമുണ്ട്. നമ്മുടെ ജനാധിപത്യ ജുഡീഷ്യൽ സംവിധാനത്തിൽ അതിനുള്ള എല്ലാ അധികാരവും അവകാശം എനിക്കുണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ ആ കാര്യം ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് പഠിച്ചു മനസ്സിലാക്കി വക്കീലുമാരോട്ട് ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കും. അല്ല, അതെല്ലാം അത് വായിച്ച് മനസ്സിലാക്കിയിട്ടേ പറ്റത്തുള്ളൂ. എന്താ ചെയ്യേണ്ടത്? ഇപ്പം കോടതി പറഞ്ഞത് അംഗീകരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കോടതി പറഞ്ഞ് അംഗീകരിക്കുന്നു. അംഗീകരിച്ചുകൊണ്ട് തന്നെ നിയമപരമായ എന്റെ ഭാഗം തുടർന്ന് ഉപരികോടതിയോ അല്ല മറ്റു കാര്യങ്ങളിലോ പോകണമെന്ന് ഞാനത് മനസ്സിലാക്കി പഠിച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിലേക്ക് പോയി ഞാൻ അന്നേരം. ഞാൻ കുറ്റക്കാരനാണെന്ന് ഒരു കോടതിയും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല. അതെ, ഇപ്പൊ കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞിട്ടില്ലല്ലോ. അതെ, അത് ഇപ്പൊ സിംഗിൾ ബെഞ്ചല്ലേ പറഞ്ഞത്. അത് പറട്ടെ. ഇനിയിപ്പോ അപ്പീൽ കമ്മിറ്റി ഉണ്ടല്ലോ, അപ്പീൽ കോടതി ഉണ്ടല്ലോ ഈ നാട്ടിൽ. അപ്പൊ അത് എന്താണെന്നുള്ളത് പഠിച്ചിട്ടല്ലേ പറയാൻ പറ്റൂ. ഇപ്പൊ ഇത് അന്തിമ വിധിയൊന്നും അല്ലല്ലോ. അന്വേഷണം തുടർന്ന് നടത്തണമെന്നല്ലേ പറഞ്ഞുള്ളൂ. ശരി, അതിനെന്താ നിങ്ങൾ ഇത്ര വിഷമിക്കേണ്ട കാര്യം? നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളിപ്പോ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എന്തെങ്കിലും തീരുമാനം ഉണ്ടാവും.
ഒരു തീരുമാനമില്ല. ഇപ്പൊ മന്ത്രിയായിട്ട് ഞാൻ പ്രവർത്തിക്കുകയാണ്, എന്റെ ജോലി ചെയ്യും. ഉടൻ രാജിയില്ല എന്ന് സജി ചെറിയാൻ വ്യക്തമാക്കുകയാണ്. നിയമപരമായ പോരാട്ടം തുടരും. മേൽക്കോടതികളിലേക്ക് അടക്കം അല്ലെങ്കിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് അടക്കമുള്ള നിയമ പോരാട്ടത്തിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ സജി ചെറിയാൻ വ്യക്തമാക്കുന്നത്. തന്റെ ഭാഗം കൂടി കേട്ടില്ല എന്നൊരു പരാതി കൂടി മന്ത്രിയുടെ ഭാഗത്തുണ്ട്. അതിൽ തെറ്റില്ല, അത് കോടതി ഡിസ്ക്രിപ്ഷനാണ് എന്ന് മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം രാജി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഉടൻ രാജി ഉണ്ടാവില്ല. തൻ്റെ നിയമപോരാട്ടം തുടരും. രാജിവെക്കാൻ തൽക്കാലം ആലോചനയില്ല. തന്നെക്കുറിച്ച് യാതൊരു പരാമർശവും ഈ കോടതി വിധിയിലില്ല. തൻ്റെ പ്രസംഗത്തെക്കുറിച്ച് പരാമർശമില്ല. പോലീസ് അന്വേഷണത്തെയാണ് ഇതിൽ കുറ്റപ്പെടുത്തുന്നത്. കോടതിയുടെ ഭാഗത്തുനിന്ന് പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ചില പരാമർശങ്ങളുള്ളത്. അതിൽ തനിക്ക് പങ്കില്ല എന്നും സജി ചെറിയാൻ പറയുന്നു. തനിക്കെതിരെ ഒരു പരാമർശം ഉണ്ടായാൽ ഒരുപക്ഷെ രാജിയെക്കുറിച്ച് ആലോചിക്കാമായിരുന്നു എന്നാണ് സജി ചെറിയാന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അതിനർത്ഥമെന്ന് പറയുന്നത് മന്ത്രിസ്ഥാനത്ത് സജി ചെറിയാൻ തുടരും, രാജി ഉണ്ടാവില്ല. മന്ത്രിസ്ഥാനത്ത് സജി ചെറിയാൻ തുടരും എന്ന കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രി ഒരുപക്ഷെ അത്തരത്തിൽ തീരുമാനത്തിലായിരിക്കും. അന്വേഷണം നടക്കട്ടെ, അതിനുശേഷം കോടതി ഈ അന്വേഷണത്തിൽ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കട്ടെ. പിന്നീട് എന്തെങ്കിലും പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അപ്പോൾ ആലോചിക്കാം. തൽക്കാലം രാജിയില്ല എന്ന് വ്യക്തമാക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ.